മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ടി.കെ. ഗോവിന്ദൻ. രക്തസാക്ഷി ഫണ്ട് മുക്കിയവരിലും സ്വർണം കട്ടവരിലും ഒരു കുറ്റവും മുഖ്യമന്ത്രി കാണുന്നില്ല. യഥാർത്ഥ പാർലമെന്ററി വ്യാമോഹി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. തനിക്ക് പിന്തുണ നൽകിയത് UDFന്റെ ഗതികേടാണെങ്കിൽ ഏറ്റവും ഗതികെട്ട പാർട്ടി മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണെന്നും ടി.കെ. ഗോവിന്ദൻ തിരിച്ചടിച്ചു. രക്തസാക്ഷി ഫണ്ട് മുഖ്യവരുണ്ട്. ശബരിമലയിൽ ഇന്ന് മൂന്ന് മാസം ജയിലിൽ കിടന്ന അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറുണ്ട്. അവരെ വീട്ടിലൊന്നും നടപടിയെടുത്തിട്ടില്ല. എന്റെ ഭാര്യ വേണം ഇവിടെ MLA ആവാൻ, മറ്റാർക്കും യോഗ്യതയില്ല എന്ന് പറയുന്ന ധിക്കാരത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്നെ അധികാരമോഹിയായിട്ട് പറയാം. ഏറ്റവും വലിയ ഗതികെട്ട പാർട്ടി മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്. KV തോമസ് ആരായിരുന്നു? OK വാസും അശോകനൊക്കെ ആരായിരുന്നു? മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞു നടന്ന സരിൻ ആരായിരുന്നു? അവരൊക്കെ സ്വീകരിക്കുന്നതിന് ഒരു ഗതികേടും CPM-നില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇന്നലെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും മുഖ്യമന്ത്രി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ടി.കെ. ഗോവിന്ദൻ മുഖ്യമന്ത്രി നടത്തിയ ഏതൊക്കെ ആരോപണത്തിനാണ് മറുപടി നൽകുന്നത്? ഇന്നലെയാണ് തളിപ്പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിലെത്തിയത്. ആ ഘട്ടത്തിലാണ് അവിടെ പാർട്ടി വിട്ട് പിന്നീട് UDFന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ടി.കെ. ഗോവിന്ദന് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയത്. അധികാരമോഹിയാണ്, സ്ഥാനമോഹിയാണ് ടി.കെ. ഗോവിന്ദൻ. ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കേണ്ടെന്ന UDFന്റെ അവസ്ഥ അത് ഒരു ഗതികെട്ട അവസ്ഥയാണ് എന്നും മുഖ്യമന്ത്രി ഇന്നലെ തളിപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രതികരണത്തിനാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ മറുപടി നൽകുന്നത്. യഥാർത്ഥത്തിൽ UDFൽ, അതായത് പാർട്ടി വിട്ട് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് ഗതികേട് ആണ് എങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള CPM ആണ് ഏറ്റവും ഗതികെട്ട പാർട്ടി എന്നുള്ളതാണ് ടി.കെ. ഗോവിന്ദൻ മറുപടി നൽകുന്നത്.